السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇന്ന് സൂറ യാസീൻ ഭാഗം 7 5 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. 31 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ്. ആദ്യം ആയത്തുകളൊന്ന് ഓതി നോക്കിയിട്ട് ശേഷം നമ്മൾക്ക് ഓരോ ആയത്തുകളും പരിശോധിച്ചു നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ വഇൻ കുല്ലുൻ ലമ്മാ ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ വആയതുൻ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅ്കുലൂൻ വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വഅഅ്നാബിൻ വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ ലിയഅ്കുലൂ മിൻ സമരിഹി വമാ അമിലത്ഹു അയ്ദീഹിം അഫലാ യശ്കുറൂൻ. ആദ്യത്തെ ആയത്ത് ഒന്ന് നോക്കാം. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യം അക്ഷരങ്ങൾ നോക്കാം. അലം യറൗ. അലം അ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ്. ല നാവിന്റെ അറ്റവും മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെച്ചുകൊണ്ടാണ്. യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ വെച്ചുകൊണ്ടാണ്. റ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. വ യറൗ. വ എന്ന് പറയുമ്പോൾ രണ്ട് ചുണ്ടും വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് ഉച്ചരിക്കണം. കം ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. അഹ്ലക്ന ആ ഹ രണ്ടക്ഷരങ്ങളും തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. പക്ഷെ ക എന്നുള്ളത് ഉച്ചരിക്കുന്നതിന്റെ അല്പം കൂടി മുന്നിൽ നിന്നാണ് ക ഉച്ചരിക്കുന്നത്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഖബ്ലഹും ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിൽ. അവ കായാണ് ആദ്യം വരുന്നത്. അതിന് അല്പം കൂടി മുന്നിലാണ് നമ്മൾ പറഞ്ഞ ക വരുന്നത്. ഖബ്ലഹും ബ രണ്ട് ചുണ്ടിൽ നിന്നാണ്. പക്ഷെ മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും കയറി നിൽക്കും. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. മിനൽ ഖുറൂനി മ രണ്ട് ചുണ്ടിൽ നിന്നാണ്. രണ്ട് ചുണ്ടും അടച്ചു വെച്ചുകൊണ്ടാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. മിനൽ ഖുറൂനി മിനൽ ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ഖ നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. റ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ന നാവിന്റെ അറ്റം അല്ലെങ്കിൽ നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. അന്നഹും അ തൊണ്ടയുടെ താഴ്ഭാഗം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഇലൈഹിം അ തൊണ്ടയുടെ താഴ്ഭാഗം. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. യ
നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ഹ തൊണ്ടയുടെ തായ് ഭാഗം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ലാ യർജിഊൻ ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. റ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ജ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ഞാനിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് ചിലപ്പം അത്രയും ഓരോ അക്ഷരങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിൽക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്രദമാകട്ടെ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. ഇവിടെ അലം യറൗ, അലം ഇവിടെ അലം എന്ന് ഓതിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ യറൗ അലം യറൗ എന്ന് തന്നെ പറയണം. യെ ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അലം യറൗകം യറൗകം. ഇവിടെയും കെം എന്ന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും അതുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. അലം യറൗകം അഹ്ലക്ന ഖബ്ലഹും മിൻ. ഖബ്ലഹും മിൻ സുക്കൂനുള്ള മീമിന് ശേഷം മീമു വന്നു. ഇദ്ഗാമാണ്, മണിച്ച് ചേർത്തോതണം. ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും. അന്നഹും നൂനിന് ശദ്ദ് വന്നു. ഇലൈഹിം ലാ യർജിഊൻ. ഇവിടെയും ഇലൈഹിം എന്ന് ഓതി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തിരുത്തി വായിക്കണം. ലാ യർജിഊൻ. ഇവിടെയും യർജിഊൻ എന്ന് ഓതാനുള്ള ഒരു പ്രവണത കാണിക്കും. അതും തെറ്റാണ്. അതും കൃത്യമായി തിരുത്തി തന്നെ പാരായണം ചെയ്യണം. وَإِن كُلٌّ لَّمَّا جَمِيعٌ لَّدَيْنَا مُحْضَرُونَ. وَإِن كُلٌّ لَّمَّا جَمِيعٌ لَّدَيْنَا مُحْضَرُونَ. നമുക്ക് ആദ്യം അക്ഷരങ്ങൾ നോക്കാം. വ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ്. അ തൊണ്ടയുടെ താഴ്ഭാഗം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. കുല്ലുൻ ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. പക്ഷെ ക എന്നുള്ള ഉച്ചാരണത്തിന്റെ അല്പം മുന്നിൽ നിന്നുകൊണ്ടാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ലമ്മ മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ജമീഉൻ ജ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കുന്നു. ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. ലദൈന ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ദ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. മുഹ്ളറൂൻ മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഹ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. ള നാവിന്റെ വലതുഭാഗമോ ഇടതുഭാഗമോ ആ ഭാഗത്തുള്ള അണപ്പല്ലിൽ സ്പർശിച്ചുകൊണ്ടാണ്. രണ്ട് ഭാഗവും വെക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അത്തരത്തിൽ വെക്കാം. റ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. وَإِن كُلٌّ لَّمَّا جَمِيعٌ لَّدَيْنَا مُحْضَرُونَ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വ ഇൻ കുല്ലു ലമ്മ വ ഇൻകു ഇവിടെ ഇഖ്ഫ ആണ്. സുക്കൂനുള്ള നൂനിന് ശേഷം കാ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ട് വ ഇൻ കുല്ലുൻ എന്ന് പറയരുത്. അവ്യക്തമായി വ ഇൻ കുല്ലു. അപ്പൊ അവ്യക്തമാക്കണം, അതോടുകൂടി മണിച്ചുച്ചരിക്കണം. വ ഇൻ കുല്ലുല്ലമ്മ കുല്ലുല്ലമ്മ ഇവിടെ തെൻവീന് ശേഷം ലാ വന്നു. ഇദ്ഗാമും ബിലാവുന്നെയാണ്, മണിക്കാൻ പാടില്ല. കുല്ലുല്ലമ്മ അവിടെ കുല്ലുല്ല എന്ന് പറയരുത്, കുല്ലുല്ല. അപ്പൊ അവിടെ നൂനുള്ളതായിട്ട് ചെറുതായിട്ടൊന്ന് തോന്നിക്കണം, അല്ലാതെ കുല്ലുല്ല എന്ന് പറയാൻ പാടില്ല. വ ഇൻ കുല്ലുല്ലമ്മ ജമീഉൻ ലദൈന. ഇവിടെയും എന്താണ്? തൻവീന് ശേഷം ലാ വന്നു. ഇദ്ഗാമും ബിലാവുനെയാണ്. ജമീഉൻ ലദൈന. അപ്പൊ ജമീഉൻ ലദ, അപ്പൊ അവിടെ നൂനുണ്ട് എന്ന് ചെറിയ രീതിയിൽ ഒന്ന് തോന്നിക്കും. വ ഇൻ കുല്ലുല്ലമ്മ ജമീഉൻ ലദൈന മുഹ്ളറൂൻ. ഇവിടെ ജമീഉൻ എന്ന്
ഉച്ചരിക്കരുത്, പകരം ജമീഉൻ എന്ന് തന്നെ ഉച്ചരിക്കണം. ലദൈന എന്ന് ഉച്ചരിക്കണം, അല്ലാതെ ലദൈന എന്ന് ഉച്ചരിക്കരുത്. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, അറബിയിൽ അത്തരത്തിലുള്ള ഉച്ചാരണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. وَإِن كُلٌّ لَّمَّا جَمِيعٌ لَّدَيْنَا مُحْضَرُونَ وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. ആദ്യം നമുക്ക് അക്ഷരങ്ങൾ പരിശോധിക്കാം. വ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ് വ ഉച്ചരിക്കുന്നത്. അ തൊണ്ടയുടെ താഴ്ഭാഗം, യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്, ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. പക്ഷെ നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം ചെറുതായി മേലെ മുൻപല്ലിന്റെ പള്ളയിലേക്കൊന്ന് സ്പർശിക്കും. ലഹും ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ, ഹ തൊണ്ടയുടെ താഴ്ഭാഗം, മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. അൽ അർളു ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്, അ തൊണ്ടയുടെ താഴ്ഭാഗം, ഒറ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്, ള നാവിന്റെ വലതുഭാഗമോ ഇടതുഭാഗമോ ആ ഭാഗത്തുള്ള അണപ്പല്ലിൽ ചേർത്ത് വെക്കണം. മൈതതു മൈതതു മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. പിന്നെ മൈതതു ത നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിൽ വെച്ചുകൊണ്ടാണ്. പക്ഷെ നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം ചെറുതായി ആ മുൻപല്ലിന്റെ പള്ളയിലേക്കൊന്നു ചേർന്ന് നിൽക്കും. മൈതതു അഹ്യൈനാഹ അ തൊണ്ടയുടെ താഴ്ഭാഗം, ഹ തൊണ്ടയുടെ മധ്യഭാഗം, യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്, ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്, ഹ തൊണ്ടയുടെ താഴ്ഭാഗം. വ അഖ്റജ്ന വ ചുണ്ട് വൃത്താകൃതിയിൽ വെക്കണം. അ തൊണ്ടയുടെ താഴ്ഭാഗം, ഹ തൊണ്ടയുടെ മുകൾ ഭാഗം, ഒറ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിൽ, ജ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്, ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. മിൻഹ മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്, ഹ തൊണ്ടയുടെ താഴ്ഭാഗത്താണ്, ഹബ്ബൻ ഹ തൊണ്ടയുടെ മധ്യഭാഗം, ബ രണ്ട് ചുണ്ടിൽ നിന്നാണ്, പക്ഷെ മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും കയറി നിൽക്കും. ഫമിൻഹു യഅ്കുലൂൻ ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്, മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്, ഹ തൊണ്ടയുടെ താഴ്ഭാഗം, യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്, അ തൊണ്ടയുടെ താഴ്ഭാഗം, ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിൽ പക്ഷെ കാനേക്കാൾ അല്പം മുന്നിലാണ്, ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്, ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന തജ്വീദ് നിയമങ്ങൾ, വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅ്കുലൂൻ വആയതുൽ ലഹും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ നിയമം തന്നെയാണ്. തൻവീനു ശേഷം ല വന്നു. അപ്പൊ വആയതുൽ ലഹും അവിടെ മണിക്കാതെ ചേർത്തോതണം. വആയതുൽ ലഹും. അപ്പൊ ഇവിടെ വആയ എന്ന് തന്നെ ഉച്ചരിക്കുക, അല്ലാതെ വആയെ എന്ന് പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹ. ഇവിടെയും അഹ്യൈനാഹ എന്ന് ഉച്ചരിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിച്ച് അഹ്യൈനാഹ എന്ന് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. വഅഖ്റജ്നാ മിൻഹ സുക്കൂനുള്ള നൂനിന് ശേഷം ഹ വന്നു. ഇൽഹാറാണ്, വ്യക്തമായി പറയണം. ഹബ്ബൻ മിൻഹ ഹബ്ബൻ ഫമിൻഹു. ഹബ്ബൻ തൻവീനു ശേഷം ഫ വന്നു. ഇഖ്ഫ ആണ്. നൂനിനെ തൻവീനെ അവ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ട് മണിച്ചോദണം. ഹബ്ബൻ ഫ എന്ന് പറയരുത്.
ഹബ്ബൻ ഫമിൻഹു ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ഹ വന്നു വ്യക്തമായി പറയണം. യഅ്കുലൂൻ ഇവിടെയും യ എന്ന് ഉച്ചരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഉച്ചരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅ്കുലൂൻ وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. ഇവിടെ ഓരോ അക്ഷരങ്ങൾ നോക്കാം. വ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ്. ജ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ്. ല ന ഇതൊക്കെ അടുത്തടുത്ത ഉച്ചാരണങ്ങളാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഫീഹ ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. മിൻ ജന്നാത്തിൻ ജ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. പക്ഷെ നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം ചെറുതായി ഒന്ന് താഴെ മേലെ മുൻപല്ലിന്റെ പള്ളയിലേക്കൊന്ന് ചേർന്ന് നിൽക്കും. മിന്നഖീലിൻ മ രണ്ട് ചുണ്ടും തുല്യമായി വെക്കണം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ന നമ്മൾ പറഞ്ഞു. ഹ തൊണ്ടയുടെ മുകൾ ഭാഗം. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. വ അനാബിൻ വ ചുണ്ട് വൃത്താകൃതിയിൽ വെക്കണം. ആ തൊണ്ടയുടെ താഴ്ഭാഗം. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ബ രണ്ട് ചുണ്ടിൽ നിന്നാണ് മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും കയറി നിൽക്കും. വഫജ്ജർന വ ചുണ്ട് വൃത്താകൃതിയിലാണ്. ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിൽ വെക്കണം. ജ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ഒറ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഫീഹ ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിൽ വെക്കണം. ഹ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ്. മിനൽ ഒയൂൻ മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. മിനൽ ഒയൂൻ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. ഇവിടെ വജഅൽന എന്നുള്ളതിന് പകരം ജഅൽന എന്ന് ഓതി പോകാനുള്ള സാധ്യതയുണ്ട്. അത് കൃത്യമായി ശ്രദ്ധിച്ച് ജ എന്ന് തന്നെ ഉച്ചരിക്കണം. ഇവിടെയും ജന്നാത്തിൻ എന്ന് ഓതി പോകാനുള്ള സാധ്യതയുണ്ട്. അതും തിരുത്തി ജന്നാത്തിൻ എന്ന് തന്നെ ഓതണം. മിന്നഖൈലിൻ ഇവിടെയും മിന്നഖൈലിൻ എന്ന് ഓതി പോകാനുള്ള സാധ്യതയുണ്ട്. അത് തെറ്റാണ്. ന എന്ന് തന്നെ ഉച്ചരിക്കണം. വഅനാബിൻ വഫജ്ജർന അവിടെയും വഫജ്ജ് എന്ന് ചിലപ്പം ചില ആളുകൾക്ക് മാത്രം അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതും തിരുത്തി ഓതണം. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ജന്നാത്തിൻ മിൻ നഖൈലിൻ ഇവിടെ തൻവീന് ശേഷം മീമ് വന്നു. ഇദ്ഗാമും ബിഗുന്നയാണ്. തൻവീനെ മീമിലേക്ക് ചേർത്ത് മണിച്ചോതും. ജന്നാത്തിൻ മിൻ. ഇനി സുക്കൂനുള്ള നൂനിന് ശേഷം നൂന് വന്നു. അതും എന്താണ്? ഇദ്ഗാമും ബിഗുന്ന തന്നെയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും? മിൻ നഖൈലിൻ സുക്കൂനുള്ള നൂനിന് ശേഷമുള്ള നൂനിലേക്ക് ചേർത്തു മണിച്ചുച്ചരിക്കുന്നു. ജന്നാത്തിൻ മിൻ നഖൈലിൻ നഖൈലിൻ വ സുക്കൂനുള്ള തൻവീന് ശേഷം വാവ് വന്നു. തൻവീന് ശേഷം വാവ് വന്നാൽ അതും ഇദ്ഗാമും ബിഗുന്ന തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ തൻവീന് ശേഷമുള്ള വാവിലേക്ക് ചേർത്ത് ഓതുന്നു. അതോടൊപ്പം മണിക്കുന്നു. നഖൈലിൻ വഅഅനാബിൻ വ സെയിം നിയമം, അതേ നിയമം തന്നെ. വഅഅനാബിൻ വഫജ്ജർന فيها من العيون وجعلنا فيها جنات من نخيل وأعناب
وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. ഇവിടെ അക്ഷരങ്ങൾ പരിശോധിക്കാം. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. അ തൊണ്ടയുടെ താഴ്ഭാഗം. ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. മിൻ സമരിഹി മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. സ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. സമരിഹി അവിടെ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. പക്ഷെ ഇവിടെ രി എന്നായതുകൊണ്ട് തന്നെ തർക്കീക്കാണ്. തഫ്ഹീം പോലെ നമ്മൾ ശബ്ദം അത്ര കനപ്പിക്കില്ല. ശബ്ദം കനപ്പിക്കാത്തതിന്റെ ലക്ഷണം നാവിന്റെ മധ്യഭാഗം എന്ത് ചെയ്യും? താഴ്ന്നു കിടക്കും. മിൻ സമരിഹി ഹ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ്. വമ അമിലത്ഹു വ ചുണ്ട് വൃത്താകൃതിയിൽ വെക്കണം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ്. അ തൊണ്ടയുടെ താഴ്ഭാഗം. യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ദ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ഐദീഹിം ഹ തൊണ്ടയുടെ താഴ്ഭാഗം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. അഫലാ യഷ്കുറൂൻ അ തൊണ്ടയുടെ താഴ്ഭാഗം. ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിൽ വെക്കണം. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ഷ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. പക്ഷെ നാവിന്റെ മധ്യഭാഗത്തിന്റെ രണ്ട് അറ്റങ്ങൾ മേലെ അണ്ണാക്കിൽ സ്പർശിക്കുകയും നാവിന്റെ മധ്യഭാഗം കൊഴിഞ്ഞ് അതിലൂടെ കാറ്റ് സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയാണ് യഷ്കുറൂൻ. ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. ഒറ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. ഇവിടെ ലിയക്കുലു ഇവിടെയും ലിയക്കുലു എന്ന് ഓതി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിൻ സമരിഹി സുക്കൂനുള്ള നൂനിന് ശേഷം സ വന്നു. അത് ഇഖ്ഫ ആണ്. നൂനിനെ അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കണം. മിൻ സമരിഹി വമാ അമിലത്ഹു ഐദീഹിം. ഇവിടെയും വമാ അമിലത്ഹു ഐദീഹിം അഫലാ യഷ്കുറൂൻ. ഇവിടെയും യെ എന്നായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ ഇവിടെയൊക്കെ കുറച്ച് നീട്ടി കൊടുക്കണം. ഞാൻ അതിന്റെ നിയമം പറയുന്നില്ല. സാധാരണ നീട്ടുന്നത് പോലെ നീട്ടിയാൽ മതി. അല്ലാതെ മിൻ സമരിഹി വമാ അമിലത്ഹു ഐദീഹിം എന്നല്ല. അപ്പൊ ലിയകുലൂ മിൻ സമരിഹി വമാ അമിലത്ഹു ഐദീഹിം അല്ലാതെ വമാ അമിലത്ഹു ഐദീഹിം എന്ന് വേണ്ട. അത് കുറച്ച് നിയമങ്ങളാണ്, ഞാൻ അത് പറയുന്നില്ല. ഇവിടെ റസ്മുൽ ഉസ്മാനി ഖുർആനിൽ ഇങ്ങനൊരു ചിഹ്നം ഇട്ടിട്ടുണ്ടാവും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് കുറച്ചൊന്ന് നീട്ടണം. ലിയകുലൂ മിൻ സമരിഹി വമാ അമിലത്ഹു ഐദീഹിം അഫലാ യഷ്കുറൂൻ. നമുക്ക് 5 ആയത്തുകൾ ഒന്നുകൂടി ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. ഖുർആൻ കൃത്യമായ രീതിയിൽ പഠിക്കാനും അതനുസരിച്ച്
പാരായണം ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.